അതിലും ഭേദം അവന്റെ നെയ്ഡില് വീഴുന്നതല്ലേ. 10 ഡിന്നർ നമുക്ക് കഴിക്കാൻ വണ്ടി വേണ്ടി ഞാൻ എടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ കേട്ടോ മാളവികാരെ. വണ്ടി താങ്ക് എടുത്തൊന്ന് യു താങ്ക് യു. പിടിക്കായിരുന്നല്ലേ അണ്ണാ? എന്തുവാടാ? ഉറങ്ങാൻ സമയായി. കണ്ണാപ്പി ഞാൻ വല്ല വിളിച്ചു പറയും സത്യമായിട്ടും. ആ നെയ്ഡ് വന്ന ആരെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നണ്ണാ. ഞാൻ തലയിട്ടൊരു വാക്ക് മാത്രമേ കണ്ടുള്ളൂ അണ്ണാ. അപ്പോഴേ കിട്ടി തലവാക്കിന്. കണ്ടു നിന്നല്ലേ. എടാ അവിടുന്ന് എണ്ണീറ്റ് ഓടിയാ എന്തായാലും അവൻ തല്ലും. അതിലും ഭേദം അവന്റെ നെയ്ഡില് വീഴുന്നതല്ലേ. 10 ഡിന്നർ നമുക്ക് കഴിക്കാൻ വണ്ടി വേണ്ടി ഞാൻ എടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ കേട്ടോ മാളവികാരെ. വണ്ടി താങ്ക് എടുത്തൊന്ന് യു താങ്ക് യു. പിടിക്കായിരുന്നല്ലേ അണ്ണാ? എന്തുവാടാ? ഉറങ്ങാൻ സമയായി. കണ്ണാപ്പി ഞാൻ വല്ല വിളിച്ചു പറയും സത്യമായിട്ടും. ഞാൻ കേറി വരുന്നേ ഉള്ളൂ കളി എടാ തുടങ്ങണ്ടേ. ഞാനൊരു കാര്യം പറയട്ടെ, കഴിച്ചോ നിങ്ങള് എല്ലാരും? അണ്ണാ, ഇല്ലണ്ണേ 10 പട്ടിണി മുട്ട, പട്ടിണി. 10 മുട്ടയും 2 ബീറ്റ്റൂട്ട് ബോബോയോ കയറ്റി ഗ്യാപ്പില്. ബോബോയോ ഇല്ലണ്ണേ ഇല്ല ഞാൻ ഇല്ല കഴിച്ചു വൈകിട്ട് കഴിച്ചു. കോച്ച് കഴിച്ചോ? ഇല്ല ഇല്ല. ബോബോയ് കണ്ണാപ്പി ലൈവ് ഒന്ന് ജസ്റ്റ് നോക്കുവോ? ഞാൻ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ അണ്ണാ, ഇറ്റ്സ് കഴിച്ച് ഓക്കെ. എന്നാ കഴിച്ചിട്ട് വരാം. ഞാൻ കഴിച്ചിട്ട് വരാം എന്നിട്ട് ഇരിക്കാം. അതാകുമ്പോ ഒരു എനർജി കിട്ടും. എടാ നിങ്ങൾ ലൈവ് നോക്ക്, ഞാൻ എന്താ വരുന്നു. ചെയ്യണത് ഓക്കെയാണ്. കാരണം പുള്ളിക്കാരനത് ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഇതായതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇപ്പൊ ഈ ലൈവ് നടക്കുന്നതായോണ്ടാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് വന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് കോണ്ടാക്ട് ചെയ്തത്. ഓക്കെ. അപ്പം ഇതിനകത്ത് ഈ അമ്മയുടെ കൂടെ കളിച്ചിട്ടുള്ള ഒരു പയ്യൻ അലക്സ് എന്നാണ് അവന്റെ പേര്. അപ്പൊ നീ പറയണോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം അലക്സ് എന്നാണ് അവന്റെ പേര്. ഇപ്പൊ ഈ നോവ സെർവർ നമ്മൾ സിയോണൊക്കെ നമ്മൾ ഡൗൺ ആയി വന്ന സമയത്ത് അവനായിട്ട് സെർവർ തുടങ്ങുന്നു. അവർ കുറച്ചുപേര് സെർവർ തുടങ്ങുന്നുണ്ട്. അപ്പം കുറച്ച് നിങ്ങൾക്കും കൂടി പാർട്ട്ണർ ആവാൻ പറ്റുമോ എന്ന് വിചാരിച്ചു. നമ്മളൊരു ഗ്യാങ് ആണ്. അപ്പൊ അവർക്ക് നിങ്ങൾക്ക് അതിനകത്തോട്ട് വരാൻ പറ്റുമോ, ഇവിടെ പാർട്ട്ണർഷിപ്പ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഓക്കെ, ഒരു നമുക്കും കൂടി കളിക്കാൻ പറ്റുന്ന ഒരു സെർവറിലെ പരിചയമുള്ളവരില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടൊരു 80K അടുപ്പിച്ച് നമ്മൾ അതിനകത്ത് സ്ക്രിപ്റ്റ് വാങ്ങിക്കാനും ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട്നേഴ്സ് നിങ്ങൾ ഏതാ ഗ്യാങ് ഏതാ? JD എന്ന് പറയും. ഓക്കെ 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 ഓക്കെ. അപ്പം അതിനകത്ത് അന്ന് നമ്മുടെ അടുത്ത് ഹോസ്റ്റിനും ബാക്കിയുള്ളതിനും വേറൊരാളാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ആ പുള്ളിയുടെ പേര് JK എന്നാണ്. പുള്ളിയാണ് ബാക്കിയുള്ള സൈഡ് നോക്കുന്നത്. നിങ്ങൾ സ്ക്രിപ്റ്റിന്റെ സൈഡ് മാത്രം പർച്ചേസ് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്തോട്ട് വിളിക്കുന്നത്. അങ്ങനെ ഓക്കെ, ഒരു പരിചയത്തിൽ നമ്മൾ കളിച്ചിട്ടുള്ളതാണ്, ഞാനും അവനും ഒരേ ഇതിനകത്ത് കളിച്ചിട്ടുള്ളതാണെന്നുള്ള പരിചയത്തിൽ ഓക്കെ ചെയ്യാന്ന് വിചാരിച്ചാണ് നമ്മൾ കൂടെ നിന്നത്. കുറച്ച് കഴിഞ്ഞപ്പം വരുന്ന ഡെവലപ്പേഴ്സിന്റെ സൈഡിൽ നിന്നും ബാക്കിയുള്ളതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ബാഡ് അടിക്കാൻ തുടങ്ങിയപ്പം ഞാൻ പറഞ്ഞു എനിക്കിതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. സോ നമ്മുടെ പൈസ നമുക്ക് തിരിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്ന് ലെഫ്റ്റ് ആയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ തന്നെ ഗ്യാങ്ങിലുള്ള ഒരു പയ്യൻ തന്നെയാണ് ഇതിനകത്തോട്ട് അവൻ സ്വന്തം റിസ്കിൽ അവനായിട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പൈസ നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പം ഇത് കഴിഞ്ഞ് ബാക്കി അവിടെ നടന്ന പ്രശ്നങ്ങളും ഇഷ്യൂസും കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. നോവ സെർവറിന്റെ ബീറ്റ റിലീസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ യാതൊരു ഇതും വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അതിന്റെ ശേഷം നമ്മൾ അറിയണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് സെർവറിൽ നിന്ന് വന്ന ഡെവലപ്പേഴ്സും ബാക്കിയുള്ളവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിരിഞ്ഞ് പോയി. ഇപ്പൊ പുള്ളിയുടെ പൈസ അതെന്ന് പറഞ്ഞ രണ്ടുപേരുടെയും, നമ്മുടെ കൂട്ടത്തിലുള്ള പയ്യന്റെയും ആ പുള്ളിയുടെയും പൈസ അവിടെ സ്റ്റക്കാണ്. പുള്ളിക്ക് അതായത് രണ്ടാഴ്ചയോ 3 ആഴ്ചയോ 1 മാസം ആയിട്ടില്ലെന്ന് തോന്നുന്നു. ആ പയ്യൻ നമ്മുടെ അടുത്ത് VC എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ഫെബ്രുവരിയിൽ പുള്ളിക്ക് പൈസ ആവശ്യമുണ്ട്. സോ അല്ലെങ്കിൽ അത് കിട്ടാത്ത പക്ഷം പുള്ളി കേസ് കൊടുക്കും അല്ല, ഈ എന്നാണ് മരിച്ചുപോയ പറഞ്ഞിരുന്നത്. പുള്ളിയുടെ പേരെന്താ? അങ്ങനെ പേര് മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയേനെ. JK പ്രൊഡക്ഷൻസ് ആണെന്നാണ് പുള്ളിയുടെ ഡിസ്കോഡ് നെയിം. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഒറിജിനൽ റിയൽ നെയിം എന്താന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ ഓക്കെ. ഇത് അവൻ വഴിയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നില്ല ഇങ്ങനെ ആൾക്കാരുണ്ടെന്നൊക്കെ. അപ്പം ഞാൻ പറയണത് പുള്ളിക്ക് കൊടുക്കണോണ്ട് ഇത് പുള്ളിക്ക് കൊടുക്കുന്നത് ഒരു തെറ്റാണെന്ന് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നല്ല. പുള്ളിക്ക് കൊടുക്കണം, പറ്റുമെങ്കിൽ സഹായിക്കാൻ പറ്റുന്ന സഹായിക്കണം. കാരണം അവിടെ പറ്റിക്കപ്പെട്ടതായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ അടുത്താണെങ്കിൽ പോലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള യാതൊരു ഇതും അവർ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറ്റിക്കുന്നതിന് തുല്യമാണ്. പുള്ളി എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ബ്രോ ഈ സെർവറിൽ? പുള്ളി ഒരു 1 lakh അടുപ്പിച്ച് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പം ആ ഒരു സംഭവം ഇപ്പം അതായത് ബ്രോ ഈ ഒരു ചാറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ പുള്ളിയുടെ ഇത് കൊടുത്താലും ചിലപ്പോൾ ഒരു കേസും കാര്യങ്ങളും വേണ്ടാന്ന് വെച്ചിട്ട് പോകും. പിന്നീട് ഈ സെർവറിൽ ഇപ്പൊ അഡ്മിൻസിന് അല്ലെങ്കിൽ ആ വോട്ടിക്കാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർക്ക് അതൊരു സേഫ് സോൺ ആയിട്ട് മാറും ഇവിടെ. ഞാൻ ഈ പൈസ കൊടുക്കുമ്പോൾ പിന്നെ അവർക്ക് അത് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ അവർ പോവല്ലേ? അതെ അതെ അതെ, അതാ ഞാൻ പറയണേ. അപ്പൊ അവര് സേഫ് ആവും. അപ്പൊ അവർക്ക് വീണ്ടും ഈ സെർവറും കാര്യങ്ങളൊക്കെ അപ്പ് ചെയ്തുകൊണ്ട് വരുന്നതിനകത്ത് ബുദ്ധിമുട്ടില്ലാതെ വരും. അവർക്ക് യാതൊരു കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കേണ്ട പൈസ കൊടുക്കണ്ട. അവർക്ക് ഇനി ഉള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളും വെച്ചിട്ട് സെർവർ അപ്പാക്കാം. ഇനി അതിൽ നിന്ന് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ബാക്കിയുള്ള പ്ലേയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ മൊത്തം അവർക്കാണ്. അതിൽ നിന്ന് കിട്ടുന്ന തിരിച്ച് റിട്ടേൺ കിട്ടുന്ന എന്തോ അവർക്കാണ്.
അങ്ങനെ ഒരു സാധനം ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ അത് ബ്രോയെ ഒന്ന് അറിയിക്കണം. ഇത് അറിഞ്ഞുകൊണ്ടാണ് ബ്രോ ഇത് ചെയ്യണേന്നുള്ളത് അറിയത്തില്ലായിരുന്നു. അപ്പൊ അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ കാര്യം പറഞ്ഞത്. ഓക്കെ. പുള്ളിയെ സഹായിക്കുന്നതിലല്ല, ഞാൻ എപ്പോഴും പറയണത് പുള്ളിയെ സഹായിക്കുന്നതിലല്ല. ഇങ്ങനെ ഒരു മരണപ്പെട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയെ സഹായിക്കുന്നതിനകത്ത് ഒരു ഇതില്ല. ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ കൂട്ടത്തിലൊരു പയ്യനും ഇതേപോലെ പൈസ ഇട്ടിട്ട് അവൻ ഇതേവരെ അത് തിരിച്ചു കിട്ടിയിട്ടില്ല. തിരിച്ചു തരാന്ന് പെട്ടതൊക്കെയാണോ പറഞ്ഞു. സക്കീറിന്റെ അമ്മ വിളിക്കുന്നുണ്ട്, ഒരു മിനിറ്റ്. ഹലോ അമ്മ. ആ അമ്മ വി സി വരുന്നോ? വാ വി സി വാ. അമ്മ ലൈവ് ഒന്ന് പറ, ലൈവ് ഒന്ന് പറ. വാ. അമ്മ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ അടുത്ത് ഏറ്റു ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഗൈസ് ഞാൻ ഈ എഫേർട്ട് ഇട്ടത് ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഞാനത് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പം സക്കീറിന്റെ അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന്, അപ്പം നിങ്ങളോട് അത് കേട്ടിട്ട് പോ. നമുക്ക് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുന്ന ദിവസം നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വേണ്ടല്ലോ. ലൈക്ക് പബ്ലിക്കിന് മുമ്പ് വെച്ച് ചെയ്യുന്നോണ്ട് എല്ലാവരുടെ മുമ്പ് വെച്ച് തന്നെ നമുക്ക് സംസാരിച്ച് അതങ്ങ് ഇതാക്കാം. അതല്ലേ നല്ലേ? ബ്രോ ഇപ്പോഴും പറയുക നമുക്ക് ഇഷ്യൂസ് ഉള്ളതല്ല, ഇഷ്യൂസ് ഒന്നുമില്ല. പുള്ളിക്കാരനെ സഹായിക്കണമെന്നേ എനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അതിൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ പുള്ളിക്ക് തിരിച്ചു കിട്ടേണ്ട സാധനമാണ്. നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ അവര് തിരിച്ചു കൊടുക്കാതിരിക്കരുത്. അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതാ ഉദ്ദേശിക്കുന്നത്. ഇരിക്കുന്നതിന്റെ അല്ല, അങ്ങനെ ആ ഒരു സെർവർ എസ്കേപ്പ് ആവരുത്, അത്രേ ഉള്ളൂ. അപ്പൊ പുള്ളി കാരണം ഒരാളെ മരിച്ച് ആ ഒരു ഇത് വെച്ചിട്ട് ഇല്ല, അത് നമുക്ക് ഇപ്പം ഈ അമ്മയോട് ഈ ചാരിറ്റി സ്ട്രീം അല്ലെ ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച ആൾക്കാർ തന്നെയാണോ ഈ പൈസ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അതെനിക്കറിയത്തില്ല. അത് ഡൗട്ട് ഉണ്ട് ബ്രോ. നമുക്കത് ക്ലിയർ അല്ല അവിടെ. അതുകൊണ്ടാണ് നമുക്കറിയാന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞേ. നമ്മുടെ കൂട്ടത്തിലുള്ള പയ്യൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതിനകത്ത് ഇൻവെസ്റ്റർ ആണ്. അവനാണ് വന്നിട്ട് പറഞ്ഞത് ഇതേപോലെ പുള്ളി മരിച്ചു, നോവ സിറ്റി അപ്പാക്കാൻ നോക്കുന്നുണ്ട്. സോ നോവ സിറ്റി അപ്പാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ പൈസ അതായത് ആ സിറ്റി അപ്പാക്കാൻ മേടിച്ചവര് വേണം തിരിച്ചു കൊടുക്കാൻ. അത് അവരെ കൊണ്ട് നമുക്ക് തിരിച്ചു കൊടുപ്പിക്കാം എങ്ങനെയല്ല. അതെന്താ വെച്ചാൽ അത് ഞാനിപ്പം ഈ പൈസ ഹാൻഡ് ഓവർ ചെയ്യാൻ എൻ്റെ അടുത്ത് അമ്മ പോണം എന്നാ പറഞ്ഞത്. അപ്പൊ അമ്മയുടെ കൂടെ ഞാനും പോകുന്നുണ്ടായിരിക്കും മോസ്റ്റ്ലി. അപ്പൊ ആ മുടക്കിയ പൈസ അത് നമുക്ക് പുള്ളിയെ കൊണ്ട് ഇത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഹെൽപ്പ് എന്നാണ്. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത്. അമ്മ വന്നോ? അമ്മ ഹലോ. ഹലോ അമ്മ പറയോ മോനെ. അത് ഈ സത്യം പറഞ്ഞ ഈ കുട്ടീനെ എനിക്കും ഒരു പരിചയമുള്ള കുട്ടിയല്ല. അപ്പൊ ഒരു അമ്മൂസ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണ് എൻ്റെ അടുത്ത് വിളിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ട് അമ്മേന്ന് പറഞ്ഞത്. അപ്പൊ ആ കുട്ടി പറഞ്ഞത് എന്നോട് 1.80 മറ്റോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്തത് എന്താണെന്ന് വെച്ചാൽ 4 പെൺകുട്ടികളുള്ള ഒരു കുടുംബത്തിൽ ആകെപ്പാട്ടിയുള്ള ഒരു ആൺകുട്ടിയാണ്. അപ്പൊ നമ്മളുടെ മക്കളെ പോലെ തന്നെയാണ്, ഞാൻ എൻ്റെ മക്കളെ പോലെ തന്നെയാണ് ഈ സെർവറിൽ ഏതൊരു കുട്ടിയെ പരിചയപ്പെട്ടാലും കരുതാറുള്ളു. അപ്പൊ ഈ JK എന്ന് പറയുന്ന കുട്ടിയെ ഞാൻ പരിചയപ്പെട്ടിട്ടൊന്നും ഇല്ലെങ്കിലും അങ്ങനെ പറയണത് കേട്ടപ്പോ ആ സെർവർ അത്രയും ആഗ്രഹിച്ചാണല്ലോ എന്നോർത്താണ് മോൻ്റെ അടുത്ത് വന്ന് ആദ്യം ഞാനത് പറഞ്ഞത്. അപ്പോൾ അത് നടപടി ആവൂല അമ്മേ, ഇങ്ങനെ ഞാനൊരു കാര്യം വേണമെങ്കിൽ ചെയ്യാം, അമ്മ ഒരു പറഞ്ഞതല്ലേ എന്നോർത്തപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ ആ കുട്ടി ആ കുടുംബത്തിനൊരു ബാധ്യത വരുത്തി വെച്ചു, ഗെയിം കളിച്ച് അവനത് കളഞ്ഞു എന്ന് ഇപ്പൊ ഏതൊരു അച്ഛനും അമ്മയും പറയും. അവൻ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ട വസ്തു അല്ലെങ്കിൽ ഈ കുടുംബത്തിന് ചെലവാക്കേണ്ട പൈസ അവൻ ഗെയിം കളിച്ചു കളഞ്ഞു എന്നൊരു ചീത്തപ്പേര് ആ ആത്മാവിനെങ്കിലും വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞപ്പോൾ അപ്പം തന്നെ എന്നോട് ഇങ്ങോട്ടാണ് വാസു പറഞ്ഞത്, അമ്മ നമുക്ക് ഇങ്ങനൊരു കാര്യം ഞാൻ ഉണ്ട്, അത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് ആ പറഞ്ഞ വിത്തിൻ സെക്കൻഡിൽ ഞാനത് ചെയ്യാം അമ്മേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നന്മ മനസ്സിലുണ്ടായിട്ടാണ്. അപ്പോൾ അതാ കുട്ടിക്ക് ഞാനപ്പോൾ പ്രത്യേകം പറഞ്ഞു, ഇത് സെർവറായിട്ട് യാതൊരു ബന്ധവുമില്ല, സെർവർ വേറെ ഇത് വേറെ. ഇത് നമ്മുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കുട്ടിക്ക് ഒരാപത്ത് പറ്റിയപ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്നവർ ചെയ്യുന്നൊരു ഹെൽപ്പ്,
അല്ലാതെ ഇത് സെർവറായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ആ പ്രത്യേകം. അതാ പറഞ്ഞേ, അതുകൊണ്ടാണ് ഞങ്ങൾ അതാ ഞങ്ങൾ പറഞ്ഞേ, സംസാരിച്ചത്. നമുക്ക് പുള്ളിക്ക് കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ പുള്ളിയെ ഹെൽപ്പ് ചെയ്യുന്നതിലോ അല്ല നമ്മൾ പറഞ്ഞത്. ഒരു ഇത് ഇന്റൻഷനും കഴിഞ്ഞ് ഇല്ല നമുക്ക് ഇത് വേണമെന്ന് പറയാൻ. കഴിഞ്ഞ് കൊടുക്കേണ്ടവർ അവിടെ സേഫ് ആവുക. അതുകൊണ്ടാണ് ഞാൻ ഇല്ലില്ല, ചോദിക്കുന്നത്. അത് ഞാൻ പ്രത്യേകം പറഞ്ഞു. അങ്ങനെ ഇതിന്റെ പേരില് സെർവറില് അവനുള്ള ആ ഒരു പൈസ അത് എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൈസ മുടക്കിയത് അത് അവന് തന്നെ അവകാശം ഏതൊരു കാലത്തായാലും. അതിനു വേണ്ടിയിട്ടാണ് ഈ പൈസ കൊടുക്കണത് എന്ന് ഒരു കാരണവശാലും ഒരിടത്തും മെൻഷൻ പറയരുത്. ഇല്ല, അവര് അത് പൈസ കൊടുക്കലെന്ന് എന്നാൽ അല്ല, അങ്ങനല്ല അമ്മ പറഞ്ഞേക്കുന്നേ. ആ ആ ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാ അമ്മ, സെർവറിൽ എന്തായാലും ഇത്രയും പൈസ പുള്ളി കൊടുത്തു, ഉവ്വ്. നമ്മളിത് ചാരിറ്റി സ്ട്രീം ഇത് ചെയ്ത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കൈ കിട്ടിയ ഈ പുള്ളി മുടക്കിയ പൈസ നമ്മൾ ഓ. ആ കടം വീട്ടി എന്നുള്ള രീതിയിൽ അവര് പോകരുത്. പകരം ആ മുടക്കിയ പൈസയും അവരുടെ വീട്ടിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം സെർവറിലുള്ള ആൾക്കാർക്കുണ്ട് എന്നാണ് ഇവർ ആ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞേക്കണത്. ഇപ്പൊ ഈ ഞാൻ വേറെ കുറച്ച് കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു, മക്കളെ അത് അവൻ അത്രയും ആഗ്രഹിച്ച് കാരണം നമ്മളൊരു മൗസ് വാങ്ങിക്കുന്ന ഈ ഗെയിമിംഗ് ഫീൽഡിലുള്ളവർക്ക് അറിയാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം ഒരു മൗസ് വാങ്ങിക്കേണ്ടത് നമ്മൾ അതിനെ എത്ര സ്നേഹിച്ചിട്ടാണെന്ന്, അതിനുള്ള പൈസ മുടക്കണുണ്ടെങ്കിൽ. അപ്പൊ ഇത്രയും പൈസ ആ കുട്ടി ഈ ഗെയിമിങ്ങിന് വേണ്ടി മുടക്കിയിട്ടുണ്ടെങ്കിൽ അവൻ അത്ര കണ്ട് അതിനെ സ്നേഹിച്ചിട്ടാണ്. അപ്പൊ അവന്റെ ആത്മാവിനോട് നമ്മൾക്ക് കൂടെ നിന്നവർക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മക്കൾ ആ സെർവർ ഒന്ന് അപ്പാക്ക് റൺ ചെയ്യും എന്ന് പറഞ്ഞപ്പോ ഈ അമ്മൂസ് എന്ന് പറഞ്ഞ കുട്ടി മാത്രമായിട്ട് വേറൊരു ഈ അപ്പച്ചൻ എന്ന് പറഞ്ഞ അമ്മോസ് എന്ന് പറയണ മറ്റേ റാഗ്നർ എന്ന് പറയണ അതെ ഒരു പെൺകുട്ടിയായിട്ട് അമ്മൂസ് എന്നും പറഞ്ഞ അപ്പോൾ ആ കുട്ടിയാണ് എന്നോട് ഇത് വന്ന് ഇങ്ങനെ സംസാരിച്ച, അമ്മ ഇങ്ങനെ ഒരു ഇത് പറ്റിപ്പോയി. അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു അതൊന്ന് റൺ ചെയ്ത് കാണാം. അപ്പം നിങ്ങളത് ആരെങ്കിലും ആ ഡെവലപ്പർമാരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ, ഇത് അങ്ങനെ രീതിയിൽ കൺവേർട്ട് ആവരുത് സാധനം. ഇല്ല ഒരിക്കലുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, പറഞ്ഞത്. അല്ല മോനെ അമ്മ പറയട്ടെ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആരെടുത്ത് ഈ സെർവർ റൺ ചെയ്താലും ആദ്യം പോയ മോൻ എത്ര രൂപ മുടക്കിയിട്ടുണ്ടോ ആ ഫുൾ എമൗണ്ട് ആ ഫാമിലിക്ക് കൊടുക്കണം. അത് കൂടാതെ ഇപ്പം നമ്മൾ ചിലപ്പോൾ നന്നായി വന്നേക്കാം, വർഷങ്ങളോളം നിന്നേക്കാം, ചിലപ്പോൾ പോയേക്കാം. പക്ഷെ അങ്ങനെ നിന്ന് വരികയാണെങ്കിൽ ആ സെർവർ നിലനിൽക്കണം അത്രയും കാലം ഒരു നിശ്ചിത എമൗണ്ട് ആ ഫാമിലിക്ക് കൊടുത്തിരിക്കണം എന്ന് പറ. പക്ഷെ ആരും ഏറ്റെടുക്കാനൊന്നും വന്നിട്ടില്ല. അതായത് ഇതിനു മുമ്പ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പ് സെർവർ ഇതേപോലെ ഡൗൺ ആണ്, എല്ലാരും പോയി, ഇപ്പൊ സെർവറിനകത്തൊന്നും നടക്കണില്ല എന്ന് പറഞ്ഞപ്പോ നമ്മള് തന്നെ എന്നാ പിന്നെ നമ്മൾ ചെയ്യാം, നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ആള് പ്ലേയേഴ്സ് കയറി കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ, അപ്പൊ നമ്മളും കയറി കളിക്കാം, കുഴപ്പമില്ല. ഇതിനു മുമ്പ് പ്രൊമോഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ഈഗിൾ ബ്രോ തന്നെ റെയ്ഡ് കൊടുത്ത പയ്യനുണ്ട്, ഹംബിൾ എന്ന് പറയുന്ന, അവൻ ആ സെർവറിൽ കയറി കളിച്ച വീഡിയോ അതിന്റെ കണ്ടന്റ്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ നിൽക്കാടാന്ന് പറഞ്ഞപ്പോഴും പുള്ളിയുടെ ആവശ്യം എന്ന് പറയുന്നത് പുള്ളിക്ക് ഫെബ്രുവരിയിൽ പുള്ളി കൊടുത്ത പൈസ പുള്ളിക്ക് തിരിച്ചു കിട്ടണം. അതിപ്പോൾ ആരാ സെർവർ എടുത്താലും ശരി തന്നെ, ആരാ സെർവറിൽ പുള്ളിക്ക് പൈസ ആയിരുന്നു മെയിൻ ആ സമയത്ത്. ഫെബ്രുവരിയിൽ എന്തോ അർജന്റ് ഉണ്ട്, സോ ആ പൈസ എനിക്ക് മസ്റ്റായിട്ട് കിട്ടണം, സെർവർ ആരാ എടുത്തു എന്നുള്ള രീതിയിലാണ് പുള്ളി അന്ന് സംസാരിച്ചിരുന്നത്. അതമ്മയ്ക്ക് അറിയാവുന്നുള്ളത് എനിക്ക് അറിയത്തില്ല. സോ ഇല്ലില്ല, അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴത്തെ ഈ കറന്റ് ആ കുട്ടി മരിച്ചതിന്റെ പിറ്റേന്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയണത് ഈ സംഭവങ്ങളൊക്കെ. അതിനു മുമ്പ് എനിക്കൊന്നും അറിയില്ല. ഈ ഒരു സഹതാപൻ രീതിയിലുള്ളതിനകത്തോട്ട് ഒരു കൺവേർട്ടിങ് ആവരുത്. അത് ഇല്ല അതൊന്നും ആവില്ല. അപ്പൊ ഞാനിപ്പം ഓഡിയൻസ് ബേസിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ അവരെങ്ങനെയായിരിക്കും എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി സ്നേഹിച്ച ഇപ്പൊ ആശിച്ച് മോഹിച്ചൊരു സെർവർ ഉണ്ടാക്കി, പുള്ളിക്ക് അത് പറ്റിയില്ല, പുള്ളി അത്രയും പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു, സോ പുള്ളി എന്തായാലും ഹെൽപ്പ് ചെയ്യണം. അപ്പൊ ഈ സെർവർ ഏതാ, അല്ലെങ്കിൽ സെർവർ അതിനകത്ത് കയറി കളിക്കണം, അല്ലെങ്കിൽ അതിനകത്തോട്ട് നമുക്കും കൂടി കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് തെറ്റായ രീതിയിലായിരിക്കും അത് ഇതാവുന്നത്. മനസ്സിലായില്ലേ? ആ രീതിയിൽ ആവരുത്. പുള്ളിക്കാരനെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പുള്ളിക്കാരന് കിട്ടേണ്ട പൈസ, പുള്ളിക്കാരൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ആ മാനേജ്മെന്റിൽ നിൽക്കണ ആരാണോ അവരത് തിരിച്ചു കൊടുക്കണം. ഇത് ജസ്റ്റ് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ മാത്രമേ കാണാം. അല്ലാതെ ഈ പൈസ നിങ്ങൾക്ക് പൈസ കിട്ടിയതല്ലേ, ആൾക്കാർ നിങ്ങൾക്ക് പൈസ പിരിച്ചു തന്നതല്ലേ. അല്ല മോനെ അത് അവരോട് സംസാരിക്കേണ്ട കാര്യമാണ്. ഇത് ഞാൻ എന്റെ മോനെ എന്ന് വെച്ചാൽ സക്കീറിനേക്കാൾ അതുപോലെ തുല്യം സ്നേഹിക്കുന്നതാണ് ഇപ്പൊ ഈ ദിലിൻ എന്ന് പറയുന്ന ഈഗിൾ എന്ന് പറയുന്ന ആള്. അപ്പൊ ഞാൻ ആ മോനോട്, കാരണം സക്കീറിനോട് പറയണേക്കാളും എന്ത് കാര്യം ഫസ്റ്റ് ഇവനോടെ ഞാൻ പറയുള്ളൂ. അപ്പൊ അതുപോലെയാണ് മോന്റെ അടുത്ത് വന്ന് പറഞ്ഞ, മോനെ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോ വിത്തിൻ സെക്കൻഡ് ആ സ്പോട്ടിൽ പറഞ്ഞു, അമ്മ നമുക്കത് ചെയ്യാം, നമ്മുടെ കൂടെ ഉണ്ടായ പയ്യനല്ലേ,
എന്ന് പറഞ്ഞത്. കാരണം സക്കീറാണെങ്കിൽ പോലും ഒന്ന് ആലോചിക്കട്ടെ. കാരണം അത് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആ ഈ സെർവർ വേറെ ഇത് വേറെ. ഇത് അത്രേ ഉള്ളൂ. നമ്മളുടെ അത് ഈ ഒരു കൂടെ നിന്നൊരു രീതിയിലോട്ട് പയ്യന് നമ്മൾ ചെയ്യുന്നൊരു സഹായം, അത്രേ ഉള്ളൂ. അവൻ പോയി, ഈ ഒരു അത്രേ ഉള്ളൂ. രീതിയിലോട്ട് കൺവേർട്ട് ബ്രോ ആവുക, അത്രേ നമ്മള് ഉള്ളൂ. ഇല്ലില്ല നമ്മള് മെയിൻലി ഞാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞ ബ്രോ, ഇത് ആക്ച്വലി ഇതൊരു പബ്ലിക് ഫണ്ടിങ് അല്ല. ഇത് എനിക്ക് തരാന്ന് പറഞ്ഞാണ് 50,000 രൂപ, മനസ്സിലായോ? എനിക്ക് 50,000 രൂപ എന്റെ പേഴ്സണൽ എനിക്ക് വേണ്ടി തരാന്ന് പറഞ്ഞ 50,000 രൂപയാണ്. അപ്പം ഞാനിത് ചാരിറ്റി സ്ട്രീം എന്നോ നമ്മൾ മറ്റേ ലിങ്ക് ഒന്നും കൊടുത്ത് മറ്റേ ഇതൊന്നും കൊടുത്തല്ല ഇത് സ്ട്രീം ചെയ്യുന്നത്. ഇത് എനിക്ക് അല്ല ബ്രോ, പേഴ്സണലി അപ്പൊ അവിടെ പിൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലോ അവിടെ. അതിനകത്ത് നമ്മൾ ബ്രോയുടെ ലൈവില് പിൻ ചെയ്ത് വെച്ചേക്കുന്നത് പോലും ആ ഒരു രീതിയിലാണ്. അപ്പൊ അങ്ങനെയല്ല. കറക്റ്റ് കാര്യം ബ്രോയ്ക്ക് അറിയാവോ ഇല്ലെന്ന് പോലും എനിക്ക് ഡൗട്ട് ഇല്ല, ഉണ്ടായിരുന്നു. എനിക്ക് അതുകൊണ്ടാണ് അമ്മ എൻ്റെ അടുത്ത് ഇത്രേ പറഞ്ഞുള്ളൂ. അതായത് എനിക്ക് ഇങ്ങനെ ഒരു ചലഞ്ച് കിട്ടിയപ്പോ അമ്മ എന്നോട് പറഞ്ഞ്, മോനെ ആ സെർവറും കൂടെ കളിക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഞങ്ങളിപ്പോ പറഞ്ഞിട്ടാണ് റോക്സും അവരെല്ലാം ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം പുതിയൊരു സെർവർ ഉണ്ടാക്കിക്കൊണ്ട് വന്നേ. അതുപോലെ തന്നെ ബ്രാവോ എടുത്തും അവരുടെ അടുത്തുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇപ്പൊ വന്നതുകൊണ്ടാണ് എക്സ്ലാൻഡിസും കളിക്കാൻ തീരുമാനിച്ചത്. ഓൾറെഡി 2 സെർവർ ആയി ബ്രോ. 2 സെർവർ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 3ാമത്തെ ഒരെണ്ണം കൂടെ നമ്മളിപ്പോ കേറി അതിൽ നിന്ന് അവർക്കൊരു റിട്ടേൺ ബാക്ക് ഉണ്ടാക്കി ഞാനിപ്പോ ഈ കൊടുക്കാൻ പോകുന്ന പൈസ അവർക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു വർഷത്തിന് മുകളിലാവും. ഈവൻ തോ നമ്മൾ അവിടെ കളിക്കുന്നുണ്ടെങ്കിൽ പോലും. അറിയാം. അപ്പൊ ആ റിട്ടേൺ എന്തായാലും കിട്ടത്തില്ല. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ചലഞ്ച് കിട്ടിയപ്പം എനിക്ക് കിട്ടുന്ന പൈസ അതുപോലെ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. കാരണം അമ്മ ആദ്യമായിട്ട് ഒരു ആവശ്യം വന്ന് നമ്മുടെ അടുത്ത് പറയണേ. അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പബ്ലിക് ഫണ്ടിങ് അല്ലെങ്കിൽ ഈ സെർവർ സൈഡിൽ നിന്ന് നാളെ അവരൊരിക്കലും പറയത്തില്ല എന്താ പബ്ലിക്കിന്റെ സൈഡിൽ നിന്ന് കൊടുത്താണെന്ന്. ഇത് എനിക്ക് നോട്ട് മീ ബ്രോ തരാന്ന് പറഞ്ഞ പൈസയാണ് ഞാൻ കൊടുക്കുന്നത്. അത് നോട്ട് മീ ബ്രോയ്ക്ക് ഇതിനകത്തൊരു പുള്ളിയാണ് അതിന്റെ മേജർ ഒരു പാർട്ട്. അത് പുള്ളിയുടെ സമ്മതത്തോടെയും കൂടി നമ്മൾ പുള്ളി ഇത് എനിക്കായിട്ട് തരാന്ന് പറഞ്ഞ പൈസ. അപ്പൊ അങ്ങനെ കൊടുക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ ഇത് കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാം പുള്ളിയുടെ വീട്ടിൽ. നമുക്ക് പുള്ളിയുടെ അടുത്ത് സംസാരിക്കാം. അവരാൻ സെർവർ സൈഡിൽ നിന്ന് they have to refund it എന്ന് നമുക്ക് പറയാം. അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറയണത്. അത് മറ്റൊരു സേഫ് ആവരുത്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ കിട്ടിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവര് സേഫ് ആവാൻ പാടില്ല, അത്രേ ഉള്ളൂ. മോന്റെ പേരെന്താ? എന്റെ പേര് ഇതിനകത്ത് അല്ല പുള്ളിയുടെ പേര് വേറാണ്. ഞങ്ങ സാബു ജഡായി സാബു എന്നാ വിളിക്കുന്നത്. ഇൻ ഗെയിം ക്യാരക്ടർ നെയിമാണത്. വേറൊന്നുമല്ല ബ്രോ. നമ്മളിതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന ടൈമിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സിയോണിന്ന് നിങ്ങൾ TV ഇറങ്ങുന്ന ടൈമായിരുന്നു. അപ്പൊ ആ ടൈമില് TV അടുത്ത് പോയി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ TV സെർവറിലോട്ട് വരും. TVയും കൂടി ഇതിനകത്ത് TV അടുത്ത് പോയി നമ്മൾ VC-ലും സംസാരിച്ച്, അപ്പൊ അവര് ഒന്ന് സിറ്റി കാണാം, കണ്ടിട്ട് RP ഒക്കെ ചെയ്ത് നോക്കാം, കണ്ണാപ്പി ബ്രോ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് പറയണേ. അപ്പൊ ഇതൊക്കെ പിന്നീട് നമ്മൾ ചോദിക്കുമ്പം അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വന്നോണ്ടാണ് നമ്മൾ ഇത് ശരിയാവത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവിടുന്ന് ഇറങ്ങണം. അവര് പറയണ കേട്ടാ തോന്നും TV അവരെ കയ്യിലിരിക്കുന്നെല്ലാം തോന്നും. അത്രയ്ക്ക് അങ്ങനത്തെ സംസാരമായിരുന്നു. ആണല്ലേ? അത് ഇല്ല, നമ്മുടെ അടുത്ത് അങ്ങനെ എന്റെ അടുത്ത് എന്തായാലും അതുവരെ അങ്ങനെ ഒരു സെർവറിനെ പറ്റി മാനേജ്മെന്റ് സൈഡിൽ ഇരുന്നവരുടെ കാര്യമാണ് ഞാൻ പറയണേ. ഈ അവരുടെ കാര്യം റാഗ്നർ, അലക്സ്, അതെനിക്ക് മനസ്സിലായി ബ്രോ. പക്ഷെ എന്റെ അടുത്ത് അങ്ങനെ ഇതുവരെ വന്ന് അങ്ങനെ ഒരു സെർവറിനെ പറ്റി പറഞ്ഞിട്ടില്ല. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞിട്ടില്ല. അത്രേ ഉള്ളൂ. അതാ നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ അതിന് ഇത് ശരിയാവത്തില്ല എന്ന് വിചാരിച്ചിട്ട് ആ സെർവറിൽ നിന്ന് നമ്മൾ തന്നെ ബാക്ക് ആയത്. ഞാൻ പറഞ്ഞു പല ഇഷ്യൂസ് വന്നപ്പോഴും അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ആ പയ്യനെ കൊണ്ട് അത്രയും പൈസ ഇറക്കിച്ചത്. ഈ CV അവിടെ ചെല്ലും. അല്ല നമ്മളെ കൊണ്ട് അങ്ങനെ തന്നെ, നമ്മളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് തന്നെയാണ്. നിങ്ങള് അല്ല നമ്മള് പൈസ മുടക്കി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കൂടെ ഉള്ള ഒരു പയ്യന്റെ അവിടെ ഉണ്ട്. അതവൻ തിരിച്ചു കൊടുക്ക, അവൻ തിരിച്ചു മേടിക്കണം എന്നുള്ള രീതിയിലാണ്. അവൻ എത്ര രൂപ കിട്ടാണ്ട്? ഇനി അവന് 70 കിട്ടാനുണ്ട്. എത്ര ഫണ്ടർമാരുണ്ട്? ഇത്രയും ഫണ്ട് ഒരു 2 lakhs അടുപ്പിച്ച് ഈ ഫണ്ട് പുള്ളി 2 lakhs അടുപ്പിച്ച് ഇറക്കിയിട്ടുണ്ട്. ഇവന്റെ കയ്യിൽ നിന്ന് 70K ഇപ്പോഴും ഇതായിട്ട് കിടക്കുക. അപ്പൊ ഒരുപാട് ആൾക്കാരെ മരിച്ചുപോയ പുള്ളി എന്ന് പറയുന്ന ആള് 2 ലക്ഷം രൂപ അടുപ്പിച്ച് ഇറക്കിയിട്ടുണ്ടോ? അമ്മ പറഞ്ഞു 180 അടുപ്പിച്ച്. നമ്മുടെ അടുത്ത് ഒന്നാണ് പറയണത് ആ ടൈമിൽ. അല്ല എന്നെ ആരാ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞേ? ആ സെർവറിൽ മാനേജ്മെന്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. ഇത് നമുക്ക് മനസ്സിലായി ബ്രോ. ഇത് ചുമ്മാ പറയണയാണെന്ന് നമുക്ക് മനസ്സിലായോണ്ടാണ് നമ്മൾ അതിൽ നിന്ന് ബാക്ക് ആയത്. അവിടെ സെർവറിൽ പോയി പേരെന്തായിരുന്നു? എന്റെ സാബു ജഡായു. കണ്ണാപ്പി നമ്മുടെ അടുത്ത് പറയണെന്ന് വെച്ചാല്
നമ്മ അവിടെ ചെന്നിട്ട് ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാൻ നേരത്ത് നമ്മുടെ അടുത്ത് പറയണം ടി വി നമ്മുടെ അണ്ടറിലെ നമ്മ അവരുടെ എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിക്കണം. അവർ നമ്മ എന്താണ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ലോഞ്ച് ചെയ്ത് അപ്പം തന്നെ നമ്മുടെ സിറ്റി കയറി കളിക്കും എന്നുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത് പറയണേ. അപ്പൊ നമ്മളും ഷുവർ ആയിട്ടിരിക്കുകയാണ് അവിടെ. നമ്മളവിടെ ഷുവർ ആയിട്ടിരിക്കും. ഓക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വരും എന്നുള്ള രീതിയിലല്ല പറയണേ. പക്ഷെ ആ മാനേജ്മെന്റ് അതിന് ബാധ്യസ്ഥരാണ്. അതായത് സെർവറിനെ ബാധിക്കും. അല്ലെങ്കിൽ അതിനകത്ത് വേറെ ചിലപ്പം ഇതല്ലാതെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നവരും കാണും. ചിലപ്പോൾ അവരുടെ ടൈമും ഡെവലപ്പേഴ്സ് ആണെങ്കിൽ പോലും അവരുടെ ടൈമും ബാക്കിയുള്ളത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നവർ കാണും. അത് സെർവറിനെ ബാഡ് ആക്കണം എന്നുള്ള രീതിയിലല്ലോ. ആ മാനേജ്മെന്റ് ഇരുന്നവർക്ക് ആ പുള്ളിയെ എന്തൊക്കെ പറഞ്ഞാണോ ഈ സെർവറിലോട്ട് പുള്ളിയെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചത്, ആ പൈസ അവരെടുത്ത് സെർവർ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ അവർ തന്നെ തിരിച്ചു കൊടുക്കണം. അത് അവരുടെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ആ നോസിറ്റി അഡ്മിൻസ് ആ ഇതിനകത്ത് പാനലുള്ള ആൾക്കാർ ആരെങ്കിലും ലൈവ് കാണുക നാളെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ തിരിച്ച് സെർവർ ലോഞ്ച് ആയാലും ഇല്ലായാലും നിങ്ങൾക്കത് തിരിച്ചേൽപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാനിത് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ അവരുടെ പേരൻസിനോട് ക്ലിയർ കട്ടായിട്ട് സംസാരിക്കും. ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടി ബാക്കിയുണ്ട്, അത് നിങ്ങൾ തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടേ വരുള്ളൂ. അത് ഈ നോവാസിറ്റിയുടെ അഡ്മിൻസിൻ്റെ അടുത്തുള്ള ഞാൻ പറയുകയാണ്. ഞാൻ ഈ പൈസ ഹാൻഡ് ഓവർ ചെയ്യാൻ ഞാൻ അമ്മയും കൊണ്ടായിരിക്കും ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ഉറപ്പായിട്ടും അതായത് അവിടെ മെൻഷൻ ചെയ്യും അവരുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് വാങ്ങിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടേ ഞങ്ങൾ തിരിച്ചു വരുള്ളൂ. എന്നാണ് എവിടെയാണ് അമ്മ സ്ഥലമൊക്കെ എവിടെയാണെന്ന് അറിയോ അമ്മയ്ക്ക്? എനിക്ക് മലപ്പുറം ആണെന്നറിയാം. അല്ലാതെ അല്ല, ആ കുട്ടിയുടെ ഒരു അളിയന്റെ നമ്പർ ഉണ്ട് എന്റെ ആ ഓക്കെ ഓക്കെ. എന്നാ പോകുന്ന ബ്രോ നമ്മൾ അറിയിക്കാം. ഇപ്പം എന്നെ വിളിച്ചില്ലേ ബ്രോയ്ക്ക് ഞാൻ മെസ്സേജ് അയക്കാം. നിങ്ങളും വരുന്നെങ്കിൽ വാ. ഞാൻ വരാം, നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്ന ദിവസം അറിയിക്കാം. അപ്പൊ നിങ്ങളും കൂടെ വന്ന് അവരുടെ അടുത്ത് കാര്യങ്ങൾ പാളിയന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതിന്റെ ലീഗൽ വശം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവിടെ ഇതാക്കാം. ഓക്കെ, എന്തായാലും താങ്ക് യു. നിങ്ങൾ വന്ന് പറഞ്ഞതിൽ താങ്ക് യു. അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളിക്ക് ഡിസേർവ്ഡ് ആയിട്ടുള്ള പൈസ ചിലപ്പോൾ കിട്ടാതിരുന്നേനെ. അതെന്തായാലും നന്നായി. അല്ല നമ്മ ഇത് പറയാൻ വന്ന കാരണം വെച്ചാല് ഒരു വ്യൂവർ എന്നുള്ള രീതിയിൽ നമ്മ നിങ്ങളുടെ ലൈവ് വാസവണ്ണ ലൈവ് കാണാൻ നേരത്ത് നമുക്ക് തോന്നണത് ഓക്കെ അവർ കൊടുക്കാനുള്ള പൈസ വാസവണ്ണ വഴി കൊടുക്കുകയാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് തോട്ട് വരുന്നത്. അങ്ങനല്ല ഞാൻ അമ്മ നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ചെയ്യണം. കാരണം പുള്ളിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതും ബ്രോ പറഞ്ഞതുപോലെ തന്നെ ടി വി അവിടെ വന്ന് കളിക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ് പുള്ളിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതും ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചതും. അപ്പം നമ്മുടെ ഒരു പേര് അതിനകത്ത് വന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇതുപോലെ നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് ബ്രോ. ഇപ്പൊ അപ്പം നമ്മൾ അങ്ങനത്തെ രീതിയിൽ ചെയ്യാമെന്നുള്ള രീതിയിലേ ഉള്ളൂ. ബാക്കി നമുക്ക് സംസാരിക്കാം. അമ്മ പറഞ്ഞോട്ടെ. ഒരാള് നമ്മളോട് ഒരു കാര്യം പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുമ്പോൾ ഈ RPയിൽ പോലും TVയുടെ 7 അയലത്ത് പോലും വരാത്ത വ്യക്തികൾ നിങ്ങളോട് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടേ? മേലിലെങ്കിലും ഒരമ്മ എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്, ഒരു അതാണമ്മ ഞാൻ പറഞ്ഞേ. അന്ന് ഈ അലക്സ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ അമ്മയോട് കളിക്കണല്ലായിരുന്നു. ഞാൻ ഈ TVയുടെ ഏരിയ പോലും സെർവറിൽ പോവാറില്ല. കേറിയിട്ടുണ്ടെങ്കിലും 5 മിനിറ്റ് പോലും അമ്പത്തൂരിന്റെ കൂടെ പോലും ഞാൻ ചെല്ലാറില്ല. ഞാൻ ഒരാളോടും അല്ലമ്മ ഞാൻ VCയിൽ നിന്നിട്ടുണ്ട്. അമ്മ അവൻ കോണ്ടാക്ട് ചെയ്യണം. ഞാൻ ജഡായി സാബുമായിട്ട് തന്നെയാണ് ഞാൻ വരുന്നത്. എല്ലാവരോടും ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷെ എന്റെ കൂടെ ആര് വന്നാലും പ്രത്യേകം ഞാൻ പറയാറുണ്ട്, ഞാൻ കണക്ട് ചെയ്തിട്ട് ഇപ്പൊ ഈ മക്കൾക്ക് എല്ലാവർക്കും അമ്മ ഉദ്ദേശം പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ഇത് കൺഫർമേഷൻ ആണോ എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തണമായിരുന്നു. അതങ്ങനെ ചെയ്യണമായിരുന്നു. എന്നാലേ അല്ലെങ്കിൽ അത് ശോകം. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയത്. അതാ പറഞ്ഞു. അത് നമുക്കത് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ പുറത്തായിരിക്കാം നിങ്ങളത് ചെയ്തത്. അത് മനസ്സിലായത് ഇല്ല. ഇനിയിപ്പോ പറഞ്ഞ് നമുക്ക് വേഴ്സാക്കണ്ട. അത് നമുക്ക് സംസാരിച്ച് ഇതാക്കാം. അമ്മ അപ്പൊ അമ്മ ഉറങ്ങിയില്ലേ? ഇല്ല, ഞാൻ ലൈവ് കണ്ടോണ്ടിരിക്കായിരുന്നു. ഇത്ര നേരം 1:17 നിങ്ങൾ ഇരിക്കാല്ലേ ഉറങ്ങാണ്ട് ഇതിന് വേണ്ടിട്ട്, ഞാൻ പറഞ്ഞ കാര്യത്തിന് വേണ്ടിട്ട്. അമ്മ പോയി കിടന്ന് ഉറങ്ങുക. ഞങ്ങള് രാവിലെ ആകുമ്പോഴത്തേക്കിന് സെറ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് അയച്ചിരിക്കും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഗൈസ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ 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 ബൈ. ശരി. ഞാൻ വിചാരിച്ചേട്ടാ, ഞാനൊന്ന് പേടിച്ചേട്ടാ. അതും കറങ്ങി തിരിഞ്ഞ് നിന്റെ തലേ വന്നല്ലേ? ഞാൻ കറങ്ങി തിരിഞ്ഞ് നല്ല സമയമാണല്ലോ. നീയൊക്കെ പോയി കിടന്ന് ഉറങ്ങിയ? നമ്മളാ ക്യാമ്പിൽ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയ.
വേണം ഒന്നുകൂടെ ഒന്ന് സമ്മതിച്ച് നമ്മളെ കിടന്ന് ഉറങ്ങാം. അപ്പൊ എങ്ങനെയാ இல்ல കണ്ണാപ്പി இல்ல ഞാൻ കാര്യം പറയട്ടെ, പ്രാങ്ക് பண்ண ட்ரை അത്രയൊക്കെ பண்ணு നമ്മുടെ ഫ്ലോപ്പ് പേരിൽ ആയി സ്കാം ചെയ്യപ്പെട്ട ഒരു പുള്ളിക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥതയോടെ അങ്ങ് ചെയ്യുമല്ലേ. ഓ അതത്ര ഉള്ളു അപ്പൊ വാ, അത്ര അത്രേ അപ്പൊ ഉള്ളൂ. ഫുൾ പൊട്ടൻഷ്യൽ മൂന്നാമത്തെ ഡിന്നർ അത്ര ഉള്ളു റെഡി കൊടു. അത്ര ഉള്ളു. ഞാൻ ഞാൻ റെഡി കൊടുത്തു. റീസ്റ്റാർട്ട് ലോബി കൊടുക്കണം ഒരു വട്ടം. വെയിറ്റ് വെയിറ്റ് Disassemble. ഈഗിൾ അല്ലണ്ണ ഇതുകൂടെ they both കഴിഞ്ഞപ്പോ try ഞാൻ to ഓർത്തേ prank you okay but they got pranked ഞാൻ വിചാരിച്ചു ഇനി yeah yeah ഞാൻ വിചാരിച്ചു ഇനി വരാനൊന്നും അല്ല, ഇല്ലായിരുന്നു. ഇനിയിപ്പോ ഇത് ഇതൂടെ വരാനൊന്നുമില്ല, വരാനുള്ളു. ഇതോടെ വരാനൊന്നുമില്ല, ഇതൂടെ ഉള്ളായിരുന്നു. ഇതിന്റെ സെർവറിന്റെ കേസൂടെ തല വരാനുള്ളു. ഞാനിങ്ങനെ ഞെട്ടിയിരിക്കുന്നുണ്ടാ കണ്ണാപ്പി എടുത്തവര് എന്ന് പറഞ്ഞു. ഞാൻ ഫുള്ള് കേട്ടില്ല. Eagle JK അതല്ല, was a അപ്പൊ- brother for me and he were in the admin in Epic. I can talk to you after live. Maybe not in the live. Do consider my request. Villadan Gaming. ഉറപ്പായിട്ടും ബ്രോ, for sure. For sure. സംസാരിക്കാം. മോഡറേറ്റേഴ്സ് ആരെങ്കിലും പുള്ളിയുടെ വാട്സപ്പ് നമ്പർ ഒന്ന് മേടിക്കുമോ? ഇൻസ്റ്റഗ്രാമിൽ വല്ല വാട്സപ്പ് നമ്പർ ഒന്ന് മേടിച്ചിട്ട് എനിക്ക് ആരെങ്കിലും ഒന്ന് അയച്ചു തരുമോ? ഈഗ്ലസ് വാസ് ഇടൻ ബൈ. അവൻ എന്താ പറഞ്ഞേ? പോയി സമയം നോക്കിയപ്പോ പോയി 1:15. 4 മണിയാകുമ്പോ അച്ഛൻ എണീറ്റ് ഡിന്നർ ഉണ്ടാക്കി വെക്കും. അയ്യോ ഡിന്നറിലല്ലോ, ബ്രേക്ക്ഫാസ്റ്റ്. അച്ഛനെ 4 മണിക്ക് വിളിച്ച് എണീപ്പിക്കണം, ഇല്ലേ മടിയനാവും. എടാ ഈഗിൾസെ പുണ്ടച്ചി മോനെ, നിനക്ക് വീട്ടില് അമ്മ അച്ഛനും ഒന്നും ഇല്ലേ? നിനക്ക് ഇവരുടെ ഒന്നും വാല്യൂ അറിയത്തില്ലേ? നിന്നെ മറ്റേ ദത്തെടുത്ത വല്ലോ ആണോ? എടാ മയിരേ, ഇവൻ ടെസ്റ്റ് ബേബി ആണ്. ടെസ്റ്റ് ബേബി പരീക്ഷണത്തിൽ ഉണ്ടായതാ. ടെസ്റ്റ് ബേബി ഓവറാണെന്ന്. എന്ത് ഓവറാടാ? ഒരു പാവത്തിനെ ഊമ്പിച്ച് മറ്റേ അതൊക്കെ ചെയ്ത് ഇത് ഇത്ര ആക്കി വെച്ചിട്ട് ടിവിയുടെ ലീഡർ എന്തായാലും ഞാനൊരു സെർവറിക്ക് എൻ്റെ ഗ്യാങ്ങിനെ കളിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ എന്നോട് പറയണം, എന്നോട് ചോദിക്കണം, മനസ്സിലായ? എന്നോട് ചോദിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഉറപ്പ് ഞാൻ കൊടുക്കാത്തിടത്തോളം കാലം അതൊരു സ്കാം എന്ന് തന്നെ പറയണം, മനസ്സിലായോ? അല്ലാതെ അത് സ്കാം അല്ലാതെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ പേരിലാണ് ആ പാവം പിടിച്ചവൻ ഡെയിലി ഉള്ള ജോലിക്കകത്തുനിന്ന് മുറിമുറിയായിട്ട് സേവ് ചെയ്ത് വെച്ചിരുന്ന ഒരു പൈസ എടുത്ത് അതിനകത്ത് കൊടുത്തത്. 3-4 പെങ്ങന്മാരുള്ള വീടാ. നിനക്കൊന്നും ചിലപ്പോൾ അതിൻ്റെ വില മനസ്സിലാകത്തില്ല. നീയൊക്കെ മറ്റേ ജനിച്ച് കൊച്ചുമുണ്ടായിരിക്കും, ചിലപ്പോൾ അല്ലെ തന്തയുടെ ചില കഴിയുന്നവനായിരിക്കും. ഒരു ദിവസം വീട്ടിലെ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ നോക്കിയാൽ നിനക്കൊക്കെ മനസ്സിലാവും ഒരു വീട് ഓടിക്കാൻ എന്തോരം പാടാണെന്ന്. അപ്പോഴാണ് 3-4 പെങ്ങന്മാരുള്ള ഒരു വീട്ടിലെ അവസ്ഥ. ഇതിൽ നിന്ന് എന്തെങ്കിലും ലോകത്തെല്ലാവരും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വെറുതെ ദാനം കൊടുക്കാൻ ആരും ചെയ്യത്തില്ല. ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ അത് ചെയ്യത്തില്ല. അപ്പൊ അതിനൊരു വാല്യൂ കൊടുക്കണം. അതിനു വേണ്ടിയാണ് അമ്മ ഇവിടെ സംസാരിച്ചത്. ഇത് മനസ്സിലാക്കാനുള്ള ജസ്റ്റ് ഒരു തലമണ്ട വേണം. അതിവിടെ തന്ത ഒമ്പിച്ച് ജീവിക്കുന്നവനൊക്കെ അവനോടൊന്നും നമ്മളെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സ്വന്തം തന്ത പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നല്ലേ നമ്മള് ആരോ ഇത് എനിക്ക് തോന്നുന്നു അവൻ ആദ്യമായിട്ടോ സ്ട്രീം കാണുന്നേ. സത്യം പറഞ്ഞ അണ്ണ ഒന്ന് കഴിച്ചപ്പോഴാണ് കേട്ടോ ഉഷാറായത്. അതെ അതെ. ഡിസ്പ്ലേ ക്യാപ്ചർ ആണെന്ന് തോന്നുന്നുണ്ട്. അല്ലല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ട്. റിവൈവിന് പോണേ. ഇതിന്റെ ബാക്കിലുണ്ട്. കൊച്ചവൻ കത്തി പിടിച്ചാ പോയത്. കൊച്ചത് എഴുതുവഴി പോ. അയ്യോ കൊച്ചിനെ കണ്ടല്ലേ பில்டிங்குள்ள போயிட்டான் லாஸ்ட். ലെഫ്റ്റ് 2 നോക്കുണ്ട്.
ഇല്ലടാ അത്രയേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. എടുത്താ പോടാത്തങ്ങ. എടുത്തെടുത്ത് എല്ലാം ചിപ്പ് ഇടുക. ஈகிள் லூட் மட்டும் பண்ணாத, ஆ. டைம் இல்ல ஓகேவா? இப்ப கரெக்டா நீ எடுத்துட்டு மேல போகும்போது டைம் இருக்கும். അല്ല ഞാൻ ഈ സ്നൈപ്പർ മാത്രം എടുത്തിട്ട് പോകണം, പക്ഷെ വേറെ ഒന്നും എടുക്കുന്നില്ല. വാ. ஓகே. அவங்க ரெண்டு பேரும் போய் അണ്ണാ ഞങ്ങളെ പെട്ടി എടാ ഇവിടെ ബോയ്, നിനക്ക് ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്ത് ആ. തന്നല്ലേടാ ഞാൻ ബ്ലൂ മാർക്കിലാണെന്ന്. ഇല്ലണ്ണ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാണ് ഓ മാർക്ക് ചെയ്തത്. എടാ ബോബോയ് അടിച്ച് ലൈവ് ഒന്ന് പ്ലേ ஈகிள் 1 மினிட் தான் இருக்கு. ஈகிள் 1 மினிட் தான் இருக்கு. அந்த பாடி அது ரெண்டு வந்து லூட் செய்துக்கோ. நீ தான் ஃபர்ஸ்ட் லூட் பண்ணுவ, யாரும் வர மாட்டாங்க. അതല്ല, എനിക്ക് സ്പേസ് ഇല്ല. എടാ ഞാൻ സൂപ്പർ ചാറ്റ് വായിക്കാം, ഒരു മിനിറ്റ്. ഞാനങ്ങ് വായിക്കട്ടെ അണ്ണാ, റിപ്ലൈ ആ എടുത്തു. നീ വായിച്ചോ. ഹായ് വാസവണ്ണ, എനിക്ക് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് എന്നോട് ഇൻട്രസ്റ്റ് ഇല്ല. ബട്ട് ഐ സ്റ്റിൽ ലവ് ഹെർ. ഞാൻ എന്താ ചെയ്യണ്ടേ ബ്രോ, പറയോ? കണാവി നീ പറ. 40 സെക്കൻഡ്സ്. അണ്ണ എന്ത് വേണ്ടത്? അത് ചെയ്യാനുള്ളതൊക്കെ ബാക്കിയുള്ളവന്മാര് ചെയ്തോളൂ. ഇങ്ങനെ ഇരിക്കും ഇവൻ, ഇങ്ങനെ പുറകെ നടക്കും. അണ്ണാ ഞാൻ ഒരു 4 വർഷം പുറകെ നടന്നാ ബ്രോ, ഞാൻ പറയാണ് ജീവിതത്തിലെ ഏറ്റവും ടൈം വേസ്റ്റിംഗ് കാര്യമാണ് ഇങ്ങനെ പുറകെ നടക്കുന്നത്. സത്യം പറയല്ല, அந்த சைடு போய் ഞാൻ ഒരു 4 വർഷം പുറകെ നടന്നയാ. അവസാനം എന്റെ കൂട്ടുകാരനെ സെറ്റാക്കി. ഇതുപോലെ അവസ്ഥ അണ്ണാ, ഞാൻ ഒരാളുടെ പുറകെ അണ്ണാ 4 വർഷം കിടന്നണ്ണാ, പുറകെ നടന്ന് 4 വർഷം പുറകെ നടന്നിട്ട് അവസാനം ആ ആള് എന്റെ ഇങ്ങനെ, ഞാൻ ഒരു 4 വർഷം പുറകെ നടന്നയാ. അവസാനം എന്റെ കൂട്ടുകാരനെ സെറ്റാക്കി. പുറകെ അണ്ണാ 4 വർഷം കിടന്നണ്ണാ, പുറകെ നടന്ന് 4 വർഷം പുറകെ നടന്നിട്ട് അവസാനം ആ ആള് എന്റെ കൂട്ടുകാരൻ്റെ കൂടെ സെറ്റാക്കി. സെറ്റാക്കി തരാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യം നീ വെറും കോമഡി പീസാക്കി കളഞ്ഞല്ലോടാ. സീരിയസ്നെസ് ആളിയാ. എടാ ജീവിതത്തിൽ എന്തോരം കാര്യങ്ങൾ നടക്കുന്നളിയാ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡു ഇറ്റ്. അത് അല്ലാതെ അത് ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കുക, അവര് എന്ത് വിചാരിക്കും അങ്ങനൊക്കെ നിന്നാ നിങ്ങൾ അങ്ങനെ നിൽക്കുകയുള്ളൂ. എത്ര നാളായാലും അങ്ങനെ നിൽക്കുകയുള്ളൂ. ഞാൻ സീരിയസ് ആയിട്ട് പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞേക്കണം. അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് ആലോചിച്ചിരുന്നാൽ നമുക്ക് എപ്പോഴും ആ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല. ഇഫ് യു വാണ്ട് ടു എക്സ്പ്രസ് സംതിങ് ടു സംവൺ, എക്സ്പ്രസ് ഇറ്റ്. ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നാൽ നമുക്ക് അതിന് എപ്പോഴും ടൈം ഉണ്ടാവില്ല. അത് ഞാൻ ഇപ്പോഴേ പറയാം നിങ്ങളോട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം. പിന്നീട് റിഗ്രറ്റ് ആണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയണത്. റിഗ്രറ്റ് ചെയ്യേണ്ട വരരുത്. ചിലപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഓക്കെ ആണടാ. പറഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, അത് അവർക്ക് താല്പര്യമില്ല, അല്ലെ അവന് താല്പര്യമില്ല, എന്തോ ആയിക്കോട്ടെ, വാട്ടെവർ. പക്ഷെ ഈ എന്താ നമ്മള് ചിലപ്പോൾ നാളെ നിങ്ങളടുത്ത് പറയാം, എടാ നീ അന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്നൊരാൾ പറയുവാണെങ്കിൽ അത് റിഗ്രറ്റാ. എൻ്റെ ലൈഫ് അവിടെ കിടക്കും, നിങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. അത് അതേ ഉറപ്പ് പറയാം. കീ ഉണ്ട് കേസ്, എല്ലാവർക്കും നല്ല ലൂട്ടുണ്ട് കേസ്. കീ ഒന്നും വേണ്ട നമുക്ക്. കോച്ച് ഇനി കീ വേണ്ടല്ലോ. സ്കോപ്പ് ഇതാ കോച്ച്, ഇതിനകത്ത് ഡ്രോപ്പ് ചെയ്തേക്കുന്നത് ഞാൻ. ഈ ബിൽഡിംഗ് കണ്ണാപ്പി എടുക്കല്ലേ, ഇതിനകത്ത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ല ഞാൻ എന്റെ ലൂട്ട് ഞാൻ അതേപോലെ എടുത്തണ്ണ. എന്റെ അണ്ണൻ ഒന്നും എടുത്തില്ല. ഇല്ല ഞാൻ നിങ്ങളുടെ എടുത്തില്ല, എന്റെ ഓൾറെഡി സാധനം ഉണ്ടായിരുന്നു. എനിക്ക് സ്നൈപ്പർ മാത്രം മതിയായിരുന്നു. അണ്ണന്റെ വെസ്റ്റ് ഒക്കെ എടുത്ത് പോടാ കുണ്ണേ, എന്റെ വെസ്റ്റ് എനിക്ക് ഡാമേജ് അടിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ നിന്റെ എടുക്കുന്നേ? ഹെൽമെറ്റ് ഖത്തർ 74.99. ഞാൻ അതുകൊണ്ട് മറ്റേ എയിം വെച്ചിട്ടാണ് പോകുന്നത്. എനിക്ക് എയിം ചെയ്യാനൊന്നും ഇല്ല, എന്റെ വാക്കത്തി നീട്ടി. ഇവിടെ ഒരു ടീം ഉണ്ട്. കോച്ച് ഒരു എക്സ്ട്രാ സ്കോപ്പ് വരാണ്ടോ കോച്ച്? ഇല്ലടാ. പറഞ്ഞു വായതെടുത്തില്ല. എനിക്കത് കാണാൻ വയ്യ. എന്റെ
അയ്യോ അണ്ണൻ വാസോണോ അണ്ണോ സോൺ വന്നടാ കണ്ണാ നമ്മള് മുമ്പി. പുതിയ സോണൊക്കെ വന്നാ ആളെ നമുക്ക് റൈറ്റ് പിടിച്ച് ഇപ്പൊ അണ്ണനിരുന്ന് ചിരി തുടങ്ങുവേ. അയ്യോ പുതിയ സോൺ വന്നണം ജപ്പാൻ ബ്രോ. ബ്രോ என்ன புஷ் பண்றாங்க ப்ரோ. ഓക്കെ ഓക്കെ ക്യാരി ഓൺ ബ്രോ. Yes. 3 പേര് ஃபுல் ஃபிளாஷ் ஆயி இல்லனா அப்படியே மூஞ்சி உடைச்சிருக்கும். എടാ ഞാൻ പേടിച്ചു പോടാ. എനിക്ക് അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളു. മയില് ചത്തടാ. നീയൊക്കെ എന്ത് കിറ്റടിക്കുന്നേ? இல்ல இல்ல பாபு நாங்க சி சொன்னா. போ போயிடுவோம். ரைட்ல ஆல்ரா கண்ணாப்பி எக்ஸாக்ட் ரைட். അങ്ങ് പോവാ കോച്ച്. ഗോവയത്ത് ஓடிடு பியூட்டிஃபுல். കണ്ണാ ടാറ്റാടാ. ഒറ്റയ്ക്കുള്ളേ ഫീൽ பண்றா. നീ എത്തോടാ. പിന്നെ ഈ സോണും കേറും അടുത്ത സോണും കേറും. രണ്ടും കേറല്ലേ ഒരുമിച്ച് കേറല്ലേ. എനിക്ക് ഒടുക്കത്തെ ലാഗ്. കാരണം എന്റെ ബിൽഡിങ്ങിന്റെ താഴെ ആള് വന്നേ. ஏய் சுடாதடா. ബോഡിയാടാ. செத்துடா அவன் செத்து. ബിൽഡിംഗിൽ ഇരിക്കണോ വിട്ടിട്ട് എവനെയോ അടിക്കണം. അല്ലല്ല ഇല്ല അവൻ എഴഞ്ഞു വന്നു കോച്ചാ. കണ്ണാപ്പി എന്റെ വ്യൂ ആണല്ലോ എല്ലാരും കണ്ടേ. ആളുണ്ടോ കണ്ണാപ്പി? അതാ ഞാൻ അതൊന്നും சுடாதன்னு നോക്കിയില്ല. சொல்ற அப்ப விடும். ഈ സുഡാതെന്നൊക്കെ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അങ്ങനത്തെ വാക്കുകളൊക്കെ അറിയോ? അല്ലെ വെടി വെക്കാതെ വെടിവെക്കല്ലേ. ഓക്കെ. വെടിവെക്കല്ലേ എന്ന് പറയണ. ഈ സുഡാതെ എന്നൊക്കെ പറഞ്ഞ ഞാൻ എന്തിന് ഒരാളെ പീക്ക് ചെയ്ത് നിൽക്കുമ്പോ കോച്ച് എന്നിട്ട് സുഡാതെ എന്ന് പറയുമ്പോ ഞാൻ എന്തിനു വിചാരിക്കണം? സുഡാതടാ. ഞാൻ പീക്ക് ചെയ്തവന്റെ തലേ വെച്ചേക്കുക സ്കോപ്പ്. സുഡാതടാ. ഡെഡ് ബോഡിയെ കിടന്ന് അടിയോ അടി. ഡെഡ് ബോഡിയുടെ ചന്തിക്കടിക്കണ, സാമാനത്തിലടിക്കണ, തലക്കടിക്കണ. വീടിന്റെ താഴെ ആളുണ്ടെന്നുള്ള കാര്യം അണ്ണൻ മറന്നുപോയി. കണ്ണാപ്പി നിന്റെ കാര്യം. ഫോർ കണ്ണാപ്പി ടോം മനോജ് ബ്രോ $2 ഫോക്കസ് എന്ന് അത്രേ ഉള്ളു ബ്രോ. അണ്ണാ എനിക്കാണെങ്കിൽ ഹെഡ്സെറ്റ് കേൾക്കൂല. എനിക്ക് അത്ര സറൗണ്ടിങ് കിട്ടുന്ന ഹെഡ്സെറ്റ് ഇല്ല. പോൾ ഇട് ബ്രോ. ഞാൻ പോൾ ഇടട്ടെ. മൈൻക്രാഫ്റ്റ് വേണോ വേണ്ട എന്നൊരു പോൾ ഇടട്ടെ. നമ്മുടെ ഓഡിയൻസ് മൈൻക്രാഫ്റ്റ് കാണാൻ താല്പര്യമുള്ളവരുണ്ടോ നോക്കട്ടെ. ഇല്ല ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. പോൾഡാ ഗൈസ്, ഒരു പോൾഡാ. വോട്ട് ചെയ്തിട്ട് പോ. ഞാൻ ഇന്ന് F8 അടിച്ചെന്ന്. F8 F8 അല്ലേ, ഓൾട്ട് F4 അടിച്ചിട്ട് ഗെയിം ഭയങ്കര ലാഗ് അണ്ണാ. മൈൻക്രാഫ്റ്റ് സ്റ്റാർട്ട് പോൾ. വോട്ട് ചെയ്തോ ഗൈസ്. വോട്ട് ചെയ്തോ. ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യാത്തതിന്റെ വോട്ട് ചെയ്തോ. പോൾ ഇട്ടിട്ടുണ്ട്. പോൾ വന്നില്ല. മിസ്റ്റർ സ്കോർപ്പിയോൺ മൈരേന്ന്. ഞാൻ അവിടെ വേറെ ഒരു ടീം ഉണ്ടടാ. ഒരു ടീമുണ്ട്. ഞാൻ വേറെ ബോബേ നമുക്ക് വേറെ ഞാൻ ഇവിടുന്ന് ലോട്ട് ചെയ്തിട്ട് വരാം. ഏത് ആംഗിളിൽ വരണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയേ. ഫിയാസിവി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 369 ഖത്തർ റിയൽ. 369 എന്റെ പൊന്നോ ചോപ്പ് കത്തിച്ചങ്ങേര് ഫിയാസിവി ബ്രോ. 369 ഖത്തർ റിയാൽ എന്ന് പറയുമ്പം നാട്ടിലെ അറിഞ്ഞൂടെ, എനിക്ക് കൂട്ടണം. பக்கத்துல ஆளு
Fias bro, the prince, പ്രിൻസ് the one and only prince of ഖത്തർ Qatar. പ്രിൻസ്. പ്രിൻസ് ആണോ ഓ ശരിക്കും? ശരിക്കും Serious ആടാ. ഖത്തറിലെ പ്രിൻസ് ആണടാ. ആ പുള്ളി രാജാവാണ് ആക്ച്വലി. എടാ അത് എനിക്കും നല്ല കണ്ണാപ്പി കേരളത്തിൽ നിനക്ക് തന്നിട്ടില്ല, എനിക്ക് സ്ട്രീം ചെയ്യുന്ന എല്ലാവർക്കും. പുള്ളി ചെറുത് വലുതെന്നൊന്നും ഇല്ല, എല്ലാ സ്ട്രീമേഴ്സിനും പുള്ളി ചുമപ്പ് മാത്രമേ കത്തിക്കുള്ളൂ. ആ പുള്ളി വരുന്ന ദിവസങ്ങളിൽ എല്ലാവർക്കും അങ്ങനെ ചെറിയ സ്ട്രീമർ വലിയ സ്ട്രീമർ ഒന്നുമില്ല. പുള്ളി എവിടെ പോണോ അവിടെ പുള്ളി ചുമപ്പ് കത്തിക്കും. എനിക്ക് ഭയങ്കര ഫ്രെയിം ഡ്രോപ്പ് കേട്ടാ. ഭയങ്കര ഫ്രെയിം ഡ്രോപ്പ്. അത് ഫിയാസി ബ്രോയോട് പറഞ്ഞിട്ട് പുതിയ PC മേടിക്കാൻ വേണ്ടിട്ടാണോ? അയ്യേ അതല്ല മൊത്തം നേരത്തെ ക്യാമിന്റെ ഇഷ്യൂ ആണ്. മേളി നാടിയേ പോയി. നീ എന്തിനീ ഫിയാസി ബ്രോ ഇങ്ങനെയൊക്കെ പറയും. എടാ പോയി 1 HP അടിയടാ. നീ എവിടെടാ? കണ്ണാപ്പി അങ്ങനെ നീ ഫൈറ്റ് പോക്ക് എടുക്കാടാ മുന്നേക്ക് കണ്ണാപ്പി. അണ്ണ ഇങ്ങോട്ട് പുഷ് ചെയ്തണ്ണാ. പോയേ? അണ്ണൻ ഫൈറ്റിന് പോയാലാണ് ഇങ്ങോട്ട് പുഷ് ചെയ്തണ്ണാ. എനിക്ക് അവിടുന്ന് പോവാൻ പറ്റൂല, വേറെ ദിവസം അവര് പുഷ് ചെയ്ത്. ഞാൻ നീ എന്റെ കൂടെ വന്ന് ഡ്യൂട്ടി ഞാൻ നിന്റെ കൂടെ ഇല്ലായിരുന്നു കണ്ണാപ്പി. നീ എന്നെ കൂടെ ഉണ്ടായിരുന്നൊന്നും പറയുന്നു. അപ്പൊ എന്നോട് എനിമിയാണോ ഒന്ന് ബാഗ് ഒക്കെ എടുത്ത് ലൂട്ട് എടുത്തോണ്ടിരുന്നത്? നോക്കില്ലാതെ എടാ ഫിയാസി ബ്രോ വീണ്ടും 369 ചിരിക്കുന്ന ഇമോട്ട് ഇട്ടിട്ട്. എന്റെ അമ്മോ 17,000 രൂപ എന്തോ ആണ് 2 വട്ടം. ഫിയാസി ബ്രോ ഓക്കെ ബാക്കിയുള്ളവന്മാർ എവിടെ എന്തെങ്കിലും ഇൻഫോ ഉണ്ടോ കോച്ച്? No idea. താഴോട്ട് വന്നേ, താഴോട്ട് പോയി ഒരുത്തൻ. ഈ സൈഡ് എല്ലാ മാർക്ക്. ഒരു നല്ല കാര്യത്തിനല്ലേ ഫിയാസി ബ്രോ അഗൈൻ 74.99. ഫിയാസി ബ്രോ താങ്ക് യു സോ മച്ച്. ഇവിടെ ഉണ്ട് ഞാൻ ബിൽഡിംഗ് ഫ്രണ്ടില് രണ്ടുപേരുണ്ട് കോച്ച്. ഇവിടെ ഇവിടുത്തെ TPP എടുത്തിരിക്കുവാണ്. அவன் ஃப்ரண்ட்ல வந்தானா நான் அடிச்சிருவேன். நீ ஏதாச்சும் ஒரு சவுண்ட் கொடு. They have to cross me and come to you. ஒரு சவுண்ட் கொடு, ஒரு ப்ராப்ளம் இல்ல. എടാ ബോബോയ് കയ്യിൽ സ്നൈപ്പർ ഉണ്ടോ? ഡ്രോപ്പ് പെട്ടെന്ന്. വാസണ് കിട്ടാത്ത സ്നൈപ്പർ ബോബോയ്ക്ക് കിട്ടുന്ന സ്നൈപ്പർ. ബോബോയ് നിന്റെ സൈഡ് ലെഫ്റ്റ് മാത്രം നോക്ക്, നീ അതുവഴി ഇപ്പൊ കറങ്ങി വരുവാൻ. അണ്ണാ കിട്ടുവാണ്. അത് ഓപ്പണിൽ നിൽക്കണം. ഇങ്ങ് വാ പെട്ടെന്ന് വാ 2 പേര് ഓപ്പൺ. എവിടെ ഈ മഞ്ഞയിൽ വരണ ഈ വീടിന്റെ ഉള്ളിൽ ഒരുത്തനെ. പോണ ഒരുത്തൻ വീടിന്റെ ഉള്ളിൽ ഒരുത്തൻ. ഓപ്പണിൽ പോണണ്ട. ഈ ഓപ്പണിൽ പോയി വന്നേതാ ഓപ്പൺ. അവൻ പോയി. അപ്പൊ ഇവനെ അടിച്ചോ. ഈ മഞ്ഞയിലൊക്കെ അവൻ അടി. കോച്ച് ഫ്രണ്ടിലോട്ട് വരുന്നേ. നൈസ് അണ്ണാ. അണ്ണാ അതേ നിക്കണവനെ അടിക്കണ്ണ. അണ്ണാ ഓൺ മാർക്ക് കഴിഞ്ഞു. അത്രേ ഉള്ളൂ അണ്ണാ. നൈസ് അണ്ണാ. എന്റെ ചിപ്പ് നോക്കടാ പോയി. ഈസി അവൻ പീക്ക് അവന്റെ. എടാ ബോബോയ് നിന്നോട് എത്ര വട്ടം പറഞ്ഞടാ ബോബോയ് എനിക്കത് കിട്ടുമെന്ന് ഒന്ന് പറയടാന്ന്, ഞാൻ കളിച്ചോളാന്ന്. ചെറിയ സെൽഫിഷ്നെസ് ഉണ്ടെണ്ണ. അത് സോറി. ഞാൻ ഓർത്തണ്ണ അണ്ണൻ അപ്പുറം മാറി ഇറങ്ങിയപ്പോ അണ്ണന് കിട്ടി കാണുമെന്ന് ഓർത്തണ്ണ. അത് വിഷയ ഷോട്ടായിരുന്നു കേട്ടോ ലാസ്റ്റ്. സ്നൈപ്പർ ഏതൊരു സീനാണ് കണ്ണാപ്പി. അത് നമുക്കറിയാലോ. സ്നൈപ്പർ കാണുമായിരിക്കും അതിന്റെ. പക്ഷെ അണ്ണ എനിക്കൊന്ന് സ്നൈപ്പർ കളിക്കുന്ന ഫസ്റ്റ് ഗെയിം PUBG ആണ്. അതെ വേറെ ഒന്നിലും ഞാൻ കളിക്കൂല. അണ്ണ വാലറന്റ് അസോൾട്ടർ അല്ലേ? എല്ലാത്തിലും ഞാൻ അതാ കളിക്കുന്നത്. പക്ഷെ ലെവൽ എക്സി കളിക്കുന്ന സമയത്ത് മാത്രം. അണ്ണ എന്നെ ഒന്ന് പോയി എടാ ബോബ ഒന്ന് പോയിക്കോടാ. പോയിട്ട് இருக்கேன்டா. ബ്രോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. കോച്ച് എനിക്ക് ഇത്രയും തന്ന സ്ഥിതിക്ക് ഞാൻ എന്തായാലും എന്റെ സൈഡിൽ നിന്ന് ഒരു എമൗണ്ട് ഞാൻ ഉറപ്പായിട്ടും കൊടുക്കും VS ബ്രോ. അത് കാരണം ഇതൊക്കെ എനിക്ക് കിട്ടാൻ അടുത്ത മാസം, അതറിയാലോ VS ബ്രോക്ക്. എനിക്ക്
സൂപ്പർ ചാറ്റ് ഇത്രയും തന്ന സ്ഥിതിക്ക് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഒരു എമൗണ്ട് കൂടി ചേർത്തായിരിക്കും ഞാൻ ഈ ചലഞ്ച് ചെയ്യുന്ന പൈസ പ്ലസ് എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊരു നല്ല എമൗണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ട് കൂടെ, കാരണം എനിക്ക് എൻ്റെ വൈഫിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി എന്തായാലും മുടക്കാൻ പറ്റത്തില്ല. ഇത്ര എനിക്ക് തന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും VSC ബ്രോ ഞാൻ എൻ്റെ സൈഡിൽ നിന്നൂടെ ഒരു നല്ല പേയ്മെൻ്റ് ആയിട്ടായിരിക്കും ഞാൻ ഇത് കൊടുക്കാൻ പോണത്. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് സോ മച്ച് ചോട്ടാ സ്പോൺസർഷിപ്പ് ബ്രോ. താങ്ക് യു. ബെൻ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 139.99 ഫ്രം മൈ പാർട്ട് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ചുമപ്പ് കത്തണ ഇന്ന്. എടാ ചുമപ്പ് മാത്രമേ ഉള്ളല്ലോ. താങ്ക് യു സോ മച്ച് ബെൻ ബ്രോ. ഏതാ? താങ്ക് യു. അത്രേ ഉള്ളു. ബ്രോ താങ്ക് യു ബെൻ ബ്രോ. ബെൻബ്രോ സരകണ്ട മോഡന്തല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു. മെമ്പർഷിപ്പ് ചലഞ്ച് ഓണാക്കാത്ത എന്തിനാ? ഇല്ല മെമ്പർഷിപ്പ് ഞാൻ അല്ല ഇപ്പൊ മെമ്പർഷിപ്പ് ഞാൻ ഒന്നാമത് കാര്യം എടാ ഞാൻ ഈ ക്ലോത്തിങ് ബ്രാൻഡ് ഇതിന്റെ എല്ലാം പുറകെ ആക്റ്റീവ് ആയതുകൊണ്ട് മെമ്പേഴ്സിന്റെ കൂടെ അതിനകത്ത് വലുതായിട്ട് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അണ്ണാ ഞാൻ ഒരു തുണി കൊണ്ട് തന്നാലേ അണ്ണാ എനിക്ക് അതിലൊന്ന് പ്രിന്റ് അടിച്ചു തരുമോ അണ്ണാ? എടാ ഇല്ലടാ നമുക്ക് ഇപ്പോഴേ പറ്റത്തില്ലടാ, കുറച്ച് കഴിയും ഞാൻ അതെല്ലാം പറയാം, റെഡി ആയിട്ട് പറയാം. ഓക്കെ ഒരു കുഞ്ഞു പ്രിന്റ് ഒരു ഇല്ലടാ അതാ പറഞ്ഞേ ആ കുഞ്ഞു ലോഗോ എനിക്ക് വേറെ പുറത്ത് കൊടുത്ത് DTF പ്രിന്റ് അടിപ്പിക്കണം, എന്നാലേ എനിക്കത് ടീഷർട്ടിൽ അടിക്കാൻ പറ്റുള്ളൂ. ഒരു കുഞ്ഞു ലോഗോ ആയിട്ട് പറ്റത്തില്ല. നമ്മൾ അടിക്കുവാണെങ്കിൽ ഇത്ര യൂണിറ്റ് അടിക്കണം, മനസ്സിലായ? എന്റെ DTF പ്രിന്റർ ഇല്ല. എന്ത് കഷ്ടമാന്നൊക്കെ നോക്കണം എന്റെ അവസ്ഥ. താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട്. എനിക്കറിഞ്ഞൂടാ ഈ പാരച്യൂട്ടിൽ ചില സമയത്ത് ഇറങ്ങുന്ന ഗ്ലിച്ച് ഉണ്ട്. W ഞെക്കിയാൽ മുമ്പോട്ട് പോകത്തില്ല. കോച്ച് വാ പോവാം. കോച്ച് ഉറങ്ങിയെന്ന് തോന്നുന്നു കേട്ടാ. ഇല്ലടാ കോച്ച് ആ ഗ്യാപ്പിലൊന്നും ഇറങ്ങി. Coach, I know this is like so pressure for you. Like so many days you are like sitting like this. I know. എടാ എന്റെ കീബോർഡിന് W അടിച്ചു പോയി. ഇല്ല നോ പ്രഷർ എനി ടൈം ഫോർ യു. അണ്ണാ എനിക്ക് മുടിഞ്ഞ ലാഗ് അണ്ണാ. നീ എനി